ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദളപതി വിജയന്റെ ജനനായകന്റെ റിലീസിംഗ് അവതാളത്തിലായതോടെ മറ്റ് പല തമിഴ് സിനിമകളും റിലീസിംഗിന് തയ്യാറെടുക്കുകയാണ്. നാളെ 2 സിനിമകളും മറ്റന്നാൾ 2 സിനിമകളും തിയേറ്ററിലെത്തുന്നുണ്ട്. കാർത്തി പ്രധാന വേഷത്തിൽ അഭിനയിച്ച് നളൻ കുമാരസ്വാമി തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന വാത്യാർ എന്ന സിനിമ നാളെ തിയേറ്ററിലെത്തുന്നുണ്ട്. കൃതി ഷെട്ടി, സത്യരാജ്, രാജ് കിരൺ, നിഴൽകൾ രവി എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ജോർജ് വില്യംസ് ഛായാഗ്രഹണവും വൈത്രേ കൃഷ്ണൻ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. സന്തോഷ് നാരായണനാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. പ്രഗഫൽ രചനയും സംവിധാനവും നിർവഹിച്ച ജോക്കി എന്ന തമിഴ് സിനിമ നാളെ തിയേറ്ററിലെത്തുകയാണ്. ഈ സിനിമ നേരത്തെ ജനുവരി 30-നായിരുന്നു റിലീസിംഗ് തീരുമാനിച്ചിരുന്നത്. യുവാൻ കൃഷ്ണ, റിതാൻ കൃഷ്ണ എന്നിവരാണ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത്. NS ഉദയകുമാർ ഛായാഗ്രഹണവും ശ്രീകാന്ത് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ശക്തി ബാലാജിയാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. മറ്റന്നാൾ, അതായത് ജനുവരി 15 വ്യാഴാഴ്ച തിയേറ്ററിലെത്തുന്ന തമിഴ് സിനിമയാണ് ദ്രൗപദി 2. 2020 തിയേറ്ററിലെത്തിയ ദ്രൗപദി എന്ന സിനിമയുടെ 2ാം ഭാഗമാണ് ഈ സിനിമ. മോഹൻജി തിരക്കഥയിൽ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ റിച്ചാർഡ്, രക്ഷണ ഇന്ദുചൂടൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഫിലിപ്പ് രാജ് സുന്ദർ ഛായാഗ്രഹണവും ദേവരാജ് എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ഗിബ്രാനാണ് ഈ സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ജനുവരി 15 വ്യാഴാഴ്ച തിളങ്ങുന്ന 2ാമത്തെ തമിഴ് സിനിമയാണ് തലൈവർ തമ്പി തലൈമയ്യിൽ. നിതീഷ് സഹദേവ് സംവിധാനം ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ കോമഡി എന്റർടൈനർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ ജീവ, പ്രാർത്ഥനാനാഥൻ, തമ്പി രാമയ്യ എന്നിങ്ങനെയാണ് താരങ്ങൾ. ബബുലു അജു ഛായാഗ്രഹണവും അർജുൻ ബാബു എഡിറ്റിംഗ് നിർവഹിക്കുന്നു. വിഷ്ണു വിജയാണ് ഈ സിനിമയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. പ്രഭാസ നായകനായി മാരുതി തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ജനുവരി 9 തിയേറ്ററിലെത്തിയ രാജാസാബ് എന്ന തെലുങ്ക് സിനിമയുടെ ആദ്യ 4 ദിവസത്തെ ഒഫീഷ്യൽ പോസ്റ്റർ ഇന്ന് വന്നിട്ടുണ്ട്. അതുപ്രകാരം 201 കോടി രൂപയാണ് 4 ദിവസം കൊണ്ട് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് 170 കോടി രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. 5ാം ദിവസമായിരുന്ന ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5 കോടി റേഞ്ചിലാണ്. അങ്ങനെ 5 ദിവസം കൊണ്ട് 175 കോടിയോളം രൂപയാണ് ഈ സിനിമ ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിട്ടുള്ളത്. ശിവകാർത്തികേയൻ നായകനെ സുധാ കൊങ്കര തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ജനുവരി 10 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് പരാശക്തി. സിനിമ കേരളത്തിൽ ആദ്യം 3 ദിവസം കൊണ്ട് 1 കോടി രൂപയാണ് കളക്ട് ചെയ്തത്. കർണാടകയിൽ 3 കോടി 13 ലക്ഷം രൂപയും ആന്ധ്ര തെലങ്കാനയിൽ 20 ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട്ടിൽ ആദ്യം 3 ദിവസം കൊണ്ട് 26 കോടി രൂപയാണ് നേടിയെടുത്തത്. 3 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 30 കോടി 50 ലക്ഷം രൂപയും വിദേശ കളക്ഷൻ 20 കോടി രൂപയുമാണ്. 50 കോടി 50 ലക്ഷം രൂപയാണ് ആദ്യം 3 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി നേടിയെടുത്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 5 കോടി റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വേൾഡ് വൈഡ് കളക്ഷനായി 55 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ചിരഞ്ജീവി നായകനെ അനിൽ രവിപുടി തിരക്കഥയിൽ സംവിധാനം ചെയ്ത് സംക്രാന്തി റിലീസായി ഇന്നലെ ജനുവരി 12 ഞായറാഴ്ച തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് മന ശങ്കരവര പ്രസാദ് ഗരു. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ ഒഫീഷ്യൽ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. 84 കോടി രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തത് എന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് ആദ്യ ദിവസം 39 കോടി 86 ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് 4 കോടി 15 ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട് കളക്ഷനായി 1 കോടി 2 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 31 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 45 കോടി 34 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് $3.75 മില്യൺ 33 കോടി 84 ലക്ഷം രൂപയാണ് ആദ്യ ദിവസം കളക്ട് ചെയ്തത്. ടോട്ടൽ 79 കോടി 18 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി ആദ്യ ദിവസം സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 2ാം ദിവസമായിരുന്ന ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ ട്രാക്ക് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 50-55 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് ഈ ചിരഞ്ജീവി ചിത്രം 130 കോടി റേഞ്ചിലാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിട്ടുള്ളത്. നിവിൻ പോളി നായകനെ അഖിൽ സത്യൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് സർവ്വമായ. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1 കോടി 5 ലക്ഷം രൂപയായിരുന്നു. ആദ്യ 19 ദിവസം കൊണ്ട് 67 കോടി രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 20ാം ദിവസമായിരുന്ന ചൊവ്വാഴ്ചയും ഈ സിനിമ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 1 കോടി റേഞ്ചിലാണ്. ആദ്യ 20 ദിവസം കൊണ്ട് 68 കോടി കേരള കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ ലോകമെമ്പാടുമായി 20 ദിവസം പിന്നിടുമ്പോൾ 134 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. നിഖില വിമൽ നായകനായി ഫെബിൻ സിദ്ധാർത്ഥ് സംവിധാനം ചെയ്ത പെണ്ണുകേസ് എന്ന മലയാള സിനിമ ജനുവരി 10 ശനിയാഴ്ചയായിരുന്നു തിയേറ്ററിലെത്തിയത്. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 3 ദിവസം കൊണ്ട് കേരളത്തിൽ 1 കോടി 1 ലക്ഷം രൂപയാണ് നേടിയെടുത്തത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 15-17 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 1 കോടി 18 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ 1.5 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.